ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ സന്തോഷത്തോടെ കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. വളരെ സന്തോഷം. ഈ ഹോള് നിറയിലെ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ആത്മാക്കൾ ഇരിക്കുന്നത് കാണുമ്പോൾ സന്തോഷം. ദൈവത്തിന്റെ മഹത്വം, കർത്താവ് എത്ര വിശ്വസ്തതയുള്ളവനാണ്, കർത്താവ് എത്ര കരുണയുള്ളവനാണ്, കർത്താവ് എത്ര സ്നേഹമുള്ളവനാണ്, കരുതുന്നവനാണ് എന്നൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. നാം തുടർച്ചയായി റോമാലേഖനത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് പുതുതായിട്ട് കടന്നു വന്ന കുടുംബങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടായിരിക്കും ഒന്ന് പിക്കപ്പ് ചെയ്യാനായിട്ട്. എങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാം വിവരിച്ച് തെളിയിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന്റെ ഏതാനും ആഴ്ചകളായിട്ട് നമ്മൾ ഒന്നാം അധ്യായത്തിൽ, റോമാലേഖനം 1-ാം അധ്യായത്തിലാണ് നാം ചിന്തിച്ചുകൊണ്ട് വരുന്നത്. ഇന്ന് നമ്മൾ അതിന്റെ 25 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ ഭാഗം ഒന്നുകൂടെ ചിന്തിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അതിന്റെ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് ചിന്തിച്ചു. എങ്കിലും എന്നിട്ട് ഞാൻ അതിന് നമ്മളോടുള്ള ആപ്ലിക്കേഷൻ ഒന്ന് തിടുക്കത്തിൽ പറഞ്ഞുപോയി. പക്ഷെ അത് അല്പം കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ഭാഗം ഒന്ന് ചിന്തിച്ച് 1-ാമത്തെ അധ്യായം കൺക്ലൂഡ് ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ചിന്തിച്ചു, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. പ്രിയരെ, നമ്മൾ 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം മുതൽ 32-ാമത്തെ വാക്യം വരെ ദൈവം ജാതീയരായിട്ടുള്ള, ദൈവമില്ലാത്ത ജീവിക്കുന്ന ദുഷ്ടരായ ജനങ്ങളോടുള്ള ബന്ധത്തിൽ, ദൈവം അവരോടുള്ള ബന്ധത്തിൽ അവരെ എങ്ങനെയാണ്, അവരെന്തുകൊണ്ടാണ് ദൈവത്തിന്റെ കോപത്തിന്റെ കീഴിലായിരിക്കുന്നത് എന്ന് അപ്പസ്തോലൻ നമുക്ക് തെളിയിച്ചു തരിക. ഹൗ ദേ ആർ അണ്ടർ ദ wrath ഓഫ് ഗോഡ്. അവരെപ്രകാരം ദൈവത്തിന്റെ കോപത്തിന്റെ കീഴിൽ ആണ്. ഈ വചനങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് നോക്കിയാൽ അവർ ദൈവത്തെ അറിഞ്ഞവരാണ്. അൺഗോഡ്ലി ആയിട്ടുള്ള, ജാതീയരായിട്ടുള്ള, ദൈവമില്ലാത്ത ദുഷ്ടരായ ജനങ്ങൾ അവർ ദൈവത്തെ അറിഞ്ഞവരാണ്. 25-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ ദൈവത്തിന്റെ സത്യം അറിഞ്ഞവരാ, സത്യമാകുന്ന ദൈവത്തെ അറിഞ്ഞവരാ, സത്യം എന്തെന്ന് അറിഞ്ഞവരാ. അവർ ദൈവത്തെ അറിഞ്ഞു. They knew God, they knew the truth. അതിന്റെ 28-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ ദൈവത്തിന്റെ പരിജ്ഞാനം ലഭിച്ചവരാ. ഈ ജാതീയരായിട്ടുള്ള ജെന്റൈൽ പീപ്പിളാണ് അപ്പോസ്തലൻ ഈ വാക്യങ്ങളിലൂടെ തെളിയിക്കുക, നമുക്ക് പറഞ്ഞു തരിക. നോക്കിക്കേ, ഇവരോടുള്ള ബന്ധത്തിൽ ഹൗ ഗാഡ് ഈസ് ഡീലിംഗ്, എങ്ങനെയാ ദൈവം അവരോട് ഇടപെടുന്നത്. അവരെ കുറിച്ച് പറയുക, അവർ ദൈവത്തെ അറിഞ്ഞു, അവർ സത്യം അറിഞ്ഞു, അവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനവും അവർക്ക് കൊടുത്തു. ഹല്ലേലൂയ. എന്നിട്ട് അപ്പോസ്തലൻ പറയുക, ഇവർക്ക് ലഭിച്ച ഈ അറിവിനോട് അവർ എന്ത് ചെയ്യണമായിരുന്നു. What they should have done to this knowledge that God gave him. അതാണ് അതിന്റെ 21-ല് അവർ ദൈവത്തെ അറിഞ്ഞിട്ട്, അവർ ദൈവത്തെ അറിഞ്ഞ് അവരെ ഈ ദൈവമെന്നോർത്ത് ദൈവത്തെ മഹത്വീകരിക്കുകയും നന്ദി കാണിക്കുകയും ചെയ്യണമായിരുന്നു. ദാറ്റ് ഈസ് വാട്ട് എക്സ്പെക്റ്റഡ് ഫ്രം ദം.
അവർക്ക് കൊടുത്ത ആ ഒരു വെളിപ്പാട് അതിനനുസരിച്ച്, കാരണം നമ്മള് സങ്കീർത്തനങ്ങളിൽ നിന്ന് പഠിച്ചു. സങ്കീർത്തനങ്ങൾ എന്താ പഠിച്ചത്? 19 സങ്കീർത്തനത്തിൽ ദൈവം തന്റെ സൃഷ്ടിയിലൂടെ തന്നെ നമുക്ക് വെളിപ്പെടുത്തുന്നു. ഓരോ ദിവസങ്ങളിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന, നമ്മൾ കൃപയെന്ന് പറയുന്നതിനെ അവർ ലക്ക് എന്ന് പറയുന്നു. ഇത് രണ്ടും രണ്ടാണ്. ദൈവമക്കളാരും ലക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഭാഗ്യം കൊണ്ടെന്നല്ല പറയുന്നത്, കൃപയാൽ, അല്ലേ? കാരണം നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യമായിട്ടല്ല, എല്ലാം കൃപയാലാണ് നടക്കുന്നത്. അവർക്കറിയാതെ അവർ പറയുന്നത് ലക്കിന് കിട്ടി, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. നോ, നമ്മളവിടെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടെന്നല്ല, അതും ദൈവത്തിന്റെ കൃപയാല. അതുകൊണ്ടാണ് നമ്മൾ ലക്കി ലോട്ടറി ഒന്നും എടുക്കാത്തത്. ദൈവം ലോട്ടറി എടുപ്പിച്ചൊന്നും ആരെയൊന്നും അപ്പോ ആ ഒരു അറിവിനോട് അവർ അത് കണ്ട് ദൈവത്തെ അവർ മഹത്വപ്പെടുത്തണമായിരുന്നു, ദൈവത്തോട് നന്ദി കാണിക്കണമായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു? അവർ ചെയ്തത് എന്താ? അവർ ആദ്യം അതിന്റെ 21-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം, തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിപ്പോയി. ആദ്യത്തെ സ്റ്റെപ്പ് അവിടെയാ അവർ ചെയ്തത്. തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിപ്പോയി എന്ന് വെച്ചാൽ എന്താ? അവർ സ്വയം അവർ ലോജിക്കലായിട്ട് ചിന്തിച്ചു. ദൈവം തങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തു. ഈ സൃഷ്ടി, ലുക്കിംഗ് അറ്റ് ദ യൂണിവേഴ്സ്, ലുക്കിംഗ് അറ്റ് ദ ക്രിയേഷൻ, ഇതിന്റെ പിറകിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കരത്തെ കാണാതെ അവർ അവരുടെ ചിന്ത കൊണ്ട്, അവരുടെ ബുദ്ധിയിൽ ഇതിനൊരു ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചു. അതിന്റെയൊക്കെ ഒരു ഇതാണല്ലോ നമ്മൾ കാണുന്ന ഇപ്പോഴത്തെ ബിഗ് ബാങ് തിയറിയൊക്കെ. ഇതിന്റെയൊക്കെ ഒരു വേറൊരു ഔട്ട്പുട്ടാണ്. സ്വന്തം ബുദ്ധി കൊണ്ട് ഇതിന്റെ പുറകിലത്തെ ആ ഗ്രേറ്റ് ഹാൻഡിനെ അവർ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ അവർ വിവേകമില്ലാത്തവരായി പോയി. അതിന്റെ അടുത്ത ഭാഗത്ത് പറയുന്നത്, നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു അവരുടെ വിവേകമില്ലാത്ത ഹൃദയം. അവർ വിവേകമില്ലാത്തവരായി, അവരെന്താ പറഞ്ഞ? സ്വയം ജ്ഞാനികൾ. ഞങ്ങൾക്കെല്ലാം അറിയാം. ഇങ്ങനെ തന്നെ പലരും പറയുന്നു. ദൈവത്തെ കുറിച്ച് പറയുമ്പോ, നമ്മള് ദൈവത്തെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ ഗോസ്പൽ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമായത്, ഞാൻ സ്വന്തമായിട്ട് ലോജിക്കലായിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കും, അല്ലേ? ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയോട് സുവിശേഷം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇടയ്ക്ക് പറയാറുണ്ട്, എന്റെ ജീവിതത്തില് ഇന്ന അത്ഭുതം നടന്ന ഞാൻ വിശ്വസിക്കാം. എനിക്ക് അന്നേരം ഓർമ്മ വരുന്നേ, ഈ ധനവാൻ മോളിൽ ചെന്നപ്പോ അബ്രഹാം പിതാവ് പറഞ്ഞ കാര്യം. അബ്രഹാം പിതാവിനോട് പറയുക, മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്തെഴുന്നേറ്റ് വന്ന് പറഞ്ഞാൽ എന്റെ സഹോദരങ്ങൾ വിശ്വസിക്കുമായിരിക്കും. അപ്പൊ അബ്രഹാം പിതാവ് പറയുക, നോ, അവർക്ക് പ്രവാചകന്മാരും തിരുവെഴുത്തുകളും സങ്കീർത്തനങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് കേട്ടിട്ട് വിശ്വസിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഒരുവൻ വന്ന് പറഞ്ഞാലും വിശ്വസിക്കില്ല. അത്ഭുതം കണ്ടിട്ട് വിശ്വസിക്കാൻ ഇരിക്കുന്നവരോട് എനിക്കിതാ പറയാനുള്ളത്. അത്ഭുതം കണ്ട് ദൈവത്തെ വിശ്വസിച്ച് ഞാൻ ഇനി മുൻപോട്ട് പോകാമെന്ന് പറയുന്നവരോടുള്ള ആൻസർ ഇതാണ്. അവരെന്താ ചെയ്യുന്നത്? സ്വയം ജ്ഞാനികൾ. അവർക്ക് അവരുടെ ബുദ്ധിയെ അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യണം. എന്റെ പ്രിയരെ, ബുദ്ധിയിൽ മനസ്സിലാക്കേണ്ടതൊന്നല്ല, ഇത് വിശ്വാസത്താൽ നാം ഏറ്റെടുക്കേണ്ടതൊന്നാണ്. ഹല്ലേലൂയ. എന്റെ നീതിമാൻ വിശ്വാസത്താലാ ജീവിക്കുന്നത്, വിശ്വാസത്താലാ ഈ ലോകത്തിലും ജീവിക്കുന്നത്, വിശ്വാസത്താലാ നിത്യതയിലും ജീവിക്കുന്നത്. ഇറ്റേണൽ ലൈഫിലോട്ടും നമ്മൾ വിശ്വാസത്താല. ഈ ജീവിതം ഒരു വിശ്വാസത്താല എന്ന് വെച്ച് കൊതുമ്പ് വള്ളത്തിൽ ഇന്ത്യൻ പസഫിക് ഓഷ്യൻ കടക്കാൻ പോകുന്ന വിശ്വാസമല്ല. അത് പൊട്ട വിശ്വാസമാണ്. നമ്മുടെ വിശ്വാസം വളരെ ലോജിക്കാണ്. എന്താ കാരണം പറഞ്ഞോ? നമ്മുടെ വിശ്വാസം സകലതും ഉണ്ടാക്കിയ കർത്താവില. എനിക്ക് പറ്റത്തില്ല, പക്ഷെ ഹി ക്യാൻ ഡു ഇറ്റ്. ഹല്ലേലൂയ. അതാ പറഞ്ഞ, യോനായെ തിന്നെങ്കിലും മെഴുങ്ങിയതല്ല, യോനാ തിന്നെങ്കിലും മെഴുങ്ങിയെന്ന് വചനത്തിൽ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. കാരണം ഇത്
ഈ വചനത്തെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാൻ വിശ്വസിക്കും. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. അബ്രഹാമിന്റെ ഫെയ്ത്ത് നോക്കി. അബ്രഹാം എന്ത് വേണ്ട? അബ്രഹാം he just left everything and set out. ഹല്ലേലൂയ. അപ്പൊ ഇവർക്ക് എന്ത് പറ്റി? അങ്ങനെ വിവേകമില്ലാത്തവരായി സ്വയം ജ്ഞാനികളാന്ന് പറഞ്ഞ് ഇവരെന്തായി തീർന്നു? 21 അവസാനം അവർ മൂഢരായിട്ട് തീർന്നു. എന്നിട്ട് അവർ എന്ത് ചെയ്തു? അവർ സ്വയം ബുദ്ധിയിലേക്ക് അവരുടെ സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കിയപ്പോൾ അവർക്ക് അതിന്റെ എൻഡ് എന്താ പറ്റി? അവർ വിഡ്ഢികളായി പോയി, മൂഢരായി പോയി. അവർ എന്തിലേക്ക് മാറി? വിഗ്രഹാരാധനയിലേക്ക് മാറി. അതായത് 25 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ സത്യത്തെ അവർ വ്യാജമാക്കി കളഞ്ഞു. വിഗ്രഹങ്ങൾ അതല്ലേ അല്ലേ? വിഗ്രഹങ്ങൾ ട്രൂത്തിന്റെ റിസംബ്ലൻസ് അല്ലേ? ട്രൂത്തിന്റെ ഒരു കോപ്പിയല്ലേ വിഗ്രഹം അല്ലേ? ജീവനുള്ള ദൈവത്തെ വ്യാജമാക്കി കളഞ്ഞു. എന്റെ പ്രിയരെ, നമ്മളും നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കി ശ്രമിക്കാൻ പോയാ ഈ ദൈവത്തെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കത്തില്ല. ഹല്ലേലൂയ. നമ്മൾ ചെന്ന് എത്തുന്നതും ഇതുപോലെ ചില വിഗ്രഹങ്ങളുടെ അടുക്കലായിരിക്കാം. ഹല്ലേലൂയ. 25 അവസാനം പറയുക, അവർ സൃഷ്ടാവിന് പകരം സൃഷ്ടിയെ ഭജിച്ചു. ഞാൻ അതിന്റെ എന്താണ് ഇവർക്ക് പറ്റിയതെന്ന് ഞാൻ പറഞ്ഞു തരാൻ ഞാനിത് കൃത്യമായിട്ട് അതിങ്ങനെ ലോജിക്കലായിട്ട് പറഞ്ഞു വരുന്നത്. ഇവർക്ക് എന്തു പറ്റി? ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ വീണ്ടും നമ്മുടെ ആപ്ലിക്കേഷൻ, നമ്മുടെ ദൈവമക്കളുടെ ജീവിതത്തിലോട്ട് ഇത് എങ്ങനെ അപ്ലൈ ആവും എന്ന് പറയാം. ഹല്ലേലൂയ. അവർ വിഗ്രഹാരാധനയിലേക്ക് പോയി. ഈ വിഗ്രഹാരാധന അവരെന്തിലേക്ക് നയിച്ചു? അവർ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന് അവരെന്ത് ചെയ്തു? അവര് അവലക്ഷണമായത് ചെയ്തു അല്ലേ? അങ്ങനെയല്ല 27 വാക്യത്തിൽ പറഞ്ഞത്. വിഗ്രഹാരാധന, പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ചെലിച്ച് അന്നോടന്ന് അവലക്ഷണമായത് പ്രവർത്തിച്ചു. വിഗ്രഹാരാധനയിലേക്ക് പോയ അവരുടെ ജീവിതത്തിൽ അശുദ്ധി, അവമാനരാഗം, നികൃഷ്ട ബുദ്ധി, അവര് ദൈവത്തോട് റൈവൽറി ആയിട്ട് എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്തു. ഹല്ലേലൂയ. 24 പറയുക അശുദ്ധി, 26 അപമാനരാഗം, 28 വാക്യത്തിൽ നികൃഷ്ട ബുദ്ധി, അൺക്ലീൻനെസ്, വൈൽ അഫെക്ഷൻ, റിപ്രബേറ്റ് മൈൻഡ്. ഹല്ലേലൂയ. ഇതാണ് അവരുടെ ജീവിതത്തിൽ പറ്റിയത് പ്രിയരെ. അവരെന്ത് ചെയ്തില്ല? അവർക്ക് ദൈവം കൊടുത്ത ആ ഒരു റെവലേഷൻ, അവർക്ക് ദൈവം കൊടുത്ത ഒരറിവ്, ദൈവത്തെക്കുറിച്ചുള്ള ഒരു അല്പം അറിവ്, ആ അറിവിനോട് അവർ റെസ്പോണ്ട് ചെയ്യേണ്ടിയിരുന്നത് ദൈവത്തെ മഹത്വീകരിക്കുകയും ദൈവത്തോട് നന്ദി പറയുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അവരത് ചെയ്തില്ല. ഹല്ലേലൂയ. ഞാനിവിടെ ചിന്തിക്കുകയായിരുന്നേ, ഒരു ചെറിയ അറിവ് മാത്രം ദൈവത്തെക്കുറിച്ചുള്ള, രക്ഷയ്ക്കായിട്ടുള്ള ഒരു വെളിപ്പാടല്ല, ഒരു ചെറിയ അറിവ് മാത്രം കൊടുത്ത ഇവരോട് ദൈവം ഒരു കൺസെഷനും കാണിക്കുന്നുണ്ടോ? ഒരു കൺസെഷൻ. ഇവർക്ക് ന്യായവിധിക്കായിട്ടുള്ള ഒരു അറിവ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ ഓർക്കുന്നത് ആരെ കുറിച്ചാ പറയുന്നത്? ജെന്റായിൽ, ദൈവമില്ലാത്ത ജനങ്ങളെ കുറിച്ച് പറയുക. അവർക്കും ദൈവത്തെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് കൊടുത്തിട്ടുണ്ട്. അത്രമാത്രം വെളിപ്പാടേ അവർക്ക് കൊടുത്തിട്ടുള്ളൂ എങ്കിലും ദൈവം അവരോട് ഒരു കൺസെഷനും കാണിക്കുന്നില്ല. ഹല്ലേലൂയ. അവരെ കുറിച്ച് ദൈവം പറയുക, ഞാൻ അവരെ കൈവിട്ടുകളഞ്ഞു. I gave them more. ഞാൻ അവരെ അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തെക്കുറിച്ച് അല്പമാത്രം അറിവ് കിട്ടിയവർ ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യാതിരുന്നപ്പോൾ ദൈവം തന്റെ കോപത്തിൽ അവരെ അശുദ്ധിയിൽ കൈവിട്ട് കളഞ്ഞു, അപമാനരാഗങ്ങളിൽ കൈവിട്ട് കളഞ്ഞു, നികൃഷ്ട ബുദ്ധിയിൽ കൈവിട്ട് കളഞ്ഞു.
അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ദൈവത്തിന്റെ ഈ ഒരു സവിശേഷത, ദൈവത്തിന്റെ ഈ ഒരു തത്വം, ഈ ഒരു ന്യായം, ഈ ഒരു പ്രിൻസിപ്പിൾ ഇതെല്ലാവർക്കും ആപ്ലിക്കബിൾ അല്ലേ? ദിസ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ. എല്ലാവർക്കും ആപ്ലിക്കബിളാ. ഇത് അവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ല. അവർ ചെറിയ ഒരു അറിവ് കൊടുത്തു, അതിനോട് അവർ റെസ്പോണ്ട് ചെയ്തില്ല. അവർ സ്വന്തം ഇഷ്ടം അനുസരിച്ച് ദൈവത്തെ മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ദൈവം എന്താഗ്രഹിച്ചോ അതിനോട് റെസ്പോണ്ട് ചെയ്യാതെ അവർ സ്വന്തം ഇഷ്ടത്തിന് പോയപ്പോ ദൈവം പറഞ്ഞു, എങ്കിൽ നിങ്ങൾ പൊക്കോ, യു എൻജോയ് സിന്നിങ്, ഓക്കേ ദെൻ ഡു ഇറ്റ്. ഹല്ലേലൂയ. ഇതാണ് ശരിക്കും, ഇതല്ലേ ശരിക്കും ദൈവകോപം. ഇപ്പൊ നമ്മുടെ ബെൻ ബ്രദറിന്റെ മടിയിൽ തന്റെ കുഞ്ഞിരിക്കുന്നു. ആ കുഞ്ഞൊരു തെറ്റ് ചെയ്താല് അപ്പൻ എന്താ ചെയ്യുക? അതിനെ ശിക്ഷിച്ച് വേറെ വഴിക്ക് കൊണ്ട്. അന്നാണ് അങ്ങനെയല്ല പോകണ്ടെന്ന് വെച്ചാലോ അത് അപ്പൻ ഉപേക്ഷിച്ച് കളഞ്ഞല്ലേ. ചില കുടുംബങ്ങളിലൊക്കെ നമ്മളെ കേൾക്കത്തില്ല ചില പിള്ളേരെ കുറിച്ച്, അവൻ ഇതുമില്ലെന്ന് വെച്ചാ പോട്ടെ. അത് വെച്ചാൽ ദൈവം വിട്ടുകളഞ്ഞൊരു സിറ്റുവേഷനാ. നമ്മുടെ ഈവൻ ഇൻ അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിലും നമ്മളത് കാണുന്നുണ്ട്. എന്റെ പ്രിയരെ, നമ്മൾ എത്ര പാപം ചെയ്തിട്ടും നമുക്ക് ഒരു മനസാക്ഷി കുത്തുമില്ല. പാപം എത്ര ചെയ്തിട്ടും ഒരു പ്രശ്നവും തോന്നുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നു, ഒരാഴ്ച ലീവ് എടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. ഹൗ ഡു യു നോ ദാറ്റ് tonight you will go back to your home? നമുക്ക് എങ്ങനെ പറയാൻ പറ്റും നമ്മൾ തിരിച്ചു വീട്ടിലോട്ട് പോകുന്നത്? ദൈവത്തിന്റെ വരവ് എപ്പോഴും, നമ്മുടെ മരണം എപ്പോഴും സംഭവിക്കാൻ പ്രിയരെ. മരണത്തിന് ശേഷം അയ്യോ എനിക്ക് പറ്റിപ്പോയ കർത്താവേ, ധനവാൻ പറഞ്ഞില്ലേ, അയ്യോ എനിക്ക് പറ്റിപ്പോയ കർത്താവ്. നോ സെക്കൻഡ് ചാൻസ് പ്രിയരെ. ഐ എം ജസ്റ്റ് കൺസേൺഡ് അബൌട്ട് യുവർ ഇറ്റേർണൽ ലൈഫ്. അതുകൊണ്ടാണ് ഞാനിത് വളരെ ബ്ലേറ്റന്റ് ആയിട്ട് അങ്ങ് പറയുന്നത്. കാരണം നമ്മൾ ആരും കൈവിടപ്പെട്ടു പോകരുത്. നോ വൺ ഷുഡ് ബി. നിത്യതയിൽ നമുക്ക് എല്ലാവർക്കും ചെല്ലണ്ടേ. ഇത് ഗലീല പുരുഷന്മാരെ, നിങ്ങൾ എന്തുകൊണ്ട് ആകാശങ്ങളിലേക്ക് നോക്കിയിരിക്കും? ഈ പോയവൻ വീണ്ടും വരും, തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. കുത്തിയവർ നോക്കുന്നൊരു സമയമുണ്ട്, അന്നേരം നോക്കാനല്ല. ആകാശങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോ നമുക്ക് അവന്റെ കൂടെ മരിച്ചവർ ഉയർക്കുകയും ജീവിച്ചിരിക്കുന്ന രൂപാന്തരം പ്രാപിച്ചു പോവുകയും ചെയ്യും. അന്ന് ദൈവമക്കളെ കാണും. നിങ്ങൾ ആ ഭാഗം വായിച്ചിട്ടുണ്ടോ? അന്ന് കാണുന്ന ആരാ? ദൈവമക്കളാ. പിന്നെ നമ്മളോട് ഒത്തുകർത്താവ് വരും മേഘങ്ങളിൽ. അന്ന് എല്ലാവരും കാണും. ആരാ? കുത്തി തുളച്ചവരും എന്നെ കുത്തിയവരും സകലരും കാണും. അന്ന് ദൈവം വരുന്നത് സഭയോടാ, മണവാട്ടി സഭയോടൊപ്പം വരും. ഹല്ലേലൂയ. ഏത് ഗ്രൂപ്പിൽ വേണം നമ്മൾ ചിന്തിച്ചോണം പ്രിയരെ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറയുക, ഇവർക്ക് ഈ ഒരു അല്പമായ അറിവ് കിട്ടിയിട്ടും ദൈവം ഇവരുടെ ഇഷ്ടത്തിന് വിട്ട് അവരെ കോപത്തിന്റെ കീഴിലാക്കി കളഞ്ഞെങ്കിൽ, വ്യക്തമായ അറിവ് ലഭിച്ചവരല്ലേ ഇവിടെ ഇരിക്കുന്നവര്? ഈ വചന പുസ്തകം കയ്യിലുള്ളവരല്ലേ ഇവിടെ ഇരിക്കുന്നത്? രക്ഷക്കായിട്ടുള്ള അറിവ് ലഭിച്ചവരല്ലേ ഇരിക്കുന്നത്? അവരുടെ പ്രശ്നം എന്തായിരുന്നു? ദൈവവും മനുഷ്യനും ഇടയ്ക്ക് വിഗ്രഹങ്ങൾ വന്നു. നമ്മുടെ ഇടയ്ക്കും ഇതുപോലെ വിഗ്രഹങ്ങൾ വന്നു പോയാൽ, ഹല്ലേലൂയ, നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ച ഗലാത്യ ലേഖനം 4-ാം അധ്യായം 8-9 വാക്യം ഒന്ന് വായിക്കാം. ഗലേഷ്യൻസ് ചാപ്റ്റർ 4, 8 and 9. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. നമ്മുടെ പഴയ കാലത്തെ കുറിച്ചാണ് അപ്പോസ്തലൻ പറയുന്നത്. ദൈവമക്കളെ കുറിച്ചുള്ള പഴയ കാലത്തെ കുറിച്ച് പറയുക. അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവമക്കളല്ലായിരുന്നു. പിന്നീട് ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദിഭാവങ്ങളിലേക്ക് തിരിഞ്ഞ്. ഇപ്പോ എന്താ സംഭവിച്ചത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ നമ്മൾ ദൈവത്തെ അറിഞ്ഞു, ദൈവം നമ്മളെ അറിഞ്ഞു.
ടു വേ റിലേഷൻഷിപ്പാ. ദൈവത്തിന് ഇപ്പൊ എന്നെ അറിയാം. നമ്മൾ ഇവിടുത്തെ രാജാവില്ലേ, ഇവിടുത്തെ രാജാവിന്റെ കൊട്ടാരത്തിന്റെ ഗേറ്റ് കീപ്പറിന് എടുക്ക ചെന്നിട്ട് എനിക്ക് ആ രാജാവിനെ അറിയാന്ന് പറഞ്ഞ രാജാവ് കയറ്റി വിടുവോ? ആ ഗേറ്റ് കീപ്പർ കയറ്റി വിടുവോ? എനിക്ക് ഇവിടുത്തെ രാജാവിനെ അറിയാം. രാജാവ് എനിക്ക് എന്താ പറയുന്നത് അറിയത്തില്ല. രാജാവിനെ അറിയാം, എന്നെ ഒന്ന് കയറ്റി അകത്തോട്ടെന്ന് പറഞ്ഞാല് അവര് പറപ്പിക്കും ഇല്ലേ? ലിജ ബ്രദറെ, രാജാവിന് എന്നെ അറിയാമെങ്കിലോ, രാജാവിന് എന്നെ അറിയാമെങ്കിൽ അവിടുത്തെ സിറ്റുവേഷൻ മാറി. ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നവരാ നമ്മള്. രാജാവിന് എന്നെ അറിയാമെങ്കിൽ ആയാമേൻ. അതാ ഞാൻ പറഞ്ഞത്, നാം ദൈവത്തെയും ദൈവം നമ്മളെയും. നമുക്ക് ആ ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിലേക്ക് വന്നവരാ നമ്മള്. ദൈവം വിളിച്ച് രക്ഷയ്ക്കായിട്ടുള്ള വെളിപ്പാട് വന്നവരല്ലേ? കൽവരി യാഗത്തെ കുറിച്ച് വെളിപ്പാട് വന്നതല്ലേ? പണ്ട് ഭാഗമായി പറഞ്ഞിരുന്നു, ഇപ്പൊ പുത്രൻ വഴി മുഖാന്തരം നമുക്ക് സകലതും തന്നതല്ലേ? ഈ ഒരു അറിവ് വന്നിട്ടും നമ്മളുടെ ഇടയില് ദൈവവും നാമും ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു വിഗ്രഹങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ ആഫ്റ്റർ ഇഫക്ട്? ഹല്ലേലൂയ. ഞാന് കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞിരുന്നു, ദൈവത്തിന്റെ വചനത്തില് 2 തിമോത്തിയോസിന്റെ ലേഖനത്തിൽ കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് ഇടയനെ കുറിച്ച്, ഇടയനും ആടുകളെ കുറിച്ച് പറയുമ്പോൾ എന്താ? ഇടയൻ ആടുകളെ അറിയുന്നു, ആടുകൾ ഇടയനെ അറിയുന്നു, ഇടയൻ ആടുകളെ പരിപാലിക്കുന്നു, ആടുകൾ ഇടയന്റെ ശബ്ദം കേൾക്കുന്നു, ഇടയനെ തിരിച്ചറിയുന്നു. ആ ഒരു അങ്ങനെയുള്ള ആ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള അനേകം വാചകങ്ങൾ അല്ലെങ്കിൽ അനേകം വാക്യങ്ങൾ ഉള്ളിടത്ത് ആ സുവിശേഷങ്ങളിൽ തന്നെ പറയുക. മത്തായി 7:23 മത്തായി 7:23 എന്താ പറയുന്നത്? മാത്യു 7:23 മാത്യു 7:23 ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്തു പറയും. ഐ നെവർ ന്യൂ യു. അതെന്താ കർത്താവ് അവിടെ അങ്ങനെ പറയുന്നേ? ഐ നെവർ ന്യൂ യു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്തുകൊണ്ടാ കർത്താവ് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയുന്നത്? എന്റെ പ്രിയരെ, ഞാൻ കഴിഞ്ഞ ആഴ്ച അന്നേരം ആ ഭാഗത്ത് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഐ നെവർ ന്യൂ യു എന്ന് പറയാനായിട്ടുള്ള ഒരു കാരണം, എനിക്കും കർത്താവിനും ഇടയ്ക്ക് ഒരു റൈവൽറി വന്നു. എനിക്കും കർത്താവിനും ഇടയ്ക്ക് എന്തോ ഒരു വിഗ്രഹം വന്നു. എന്റെ ഇഷ്ടം ഞാൻ ചെയ്യുന്നതിന്റെ പിറകിൽ വ്യാപരിക്കുന്നത് എനിക്ക് കർത്താവുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിൽ നിന്നോ അല്ല, വേറെന്തോ വന്നു. എന്റെ ഇഷ്ടവും എന്റെ ആഗ്രഹവും എന്റെ പ്രയത്നവും എല്ലാം വേറൊന്നിലേക്കായിപ്പോയി. ഞാനത് നിങ്ങളത് കൃത്യമായിട്ട് തെളിയിച്ചു തരാം. ഹല്ലേലൂയ. അപ്പം ചിന്തിക്കുമായിരിക്കും, ബ്രദറെ, ഈ മോഡേൺ ഈ ആധുനിക ലോകത്തിൽ എന്ത് വിഗ്രഹങ്ങളാ എന്റെ ഉള്ളിലുള്ളത്? വിഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ എന്റെ പ്രിയരെ, നമ്മുടെ നാട്ടിൽ കാണുന്ന ഹിന്ദുമത വിശ്വാസത്തിലുള്ളവർ ഉപയോഗിക്കുന്ന പോലത്തെ വിഗ്രഹങ്ങളും അതുപോലുള്ള മറ്റു ഡിനോമിനേഷൻസ് ആൾക്കാർ ഉപയോഗിക്കുന്ന വിഗ്രഹങ്ങളും ഇതൊന്നും. അപ്പൊ നമ്മൾ വേർപെട്ട സഭയല്ലേ, നമുക്ക് കർത്താവല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് അങ്ങനെ വിഗ്രഹങ്ങളൊന്നുമില്ല. ആരാ പറഞ്ഞത് വിഗ്രഹങ്ങളില്ല എന്ന്? ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലുള്ള വിഗ്രഹങ്ങൾ നമുക്ക് കാണാൻ കഴിയാത്തവയാ. എനിക്കും നിങ്ങളുടെ ഉള്ളിലുള്ളതും നിങ്ങൾക്ക് എന്റെ ഉള്ളിലുള്ളതും നഗ്നമായ നയനങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒത്തിരി വിഗ്രഹങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ, ഇല്ലേ? ഹല്ലേലൂയ. എഫെസി ലേഖനത്തിൽ നിന്ന് വായിച്ചു നോക്കിയാലോ? എഫെസി ലേഖനം 5-ാം അധ്യായം 5:5 എന്ന് വായിക്കാം. എഫെസി ലേഖനം 5:5. എന്താ ആന്റി പറഞ്ഞത്? ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ. അപ്പൊ എന്തൊരു വിഗ്രഹാരാധനയാ? എന്ത് വിഗ്രഹാരാധനയാ? ദ്രവ്യാഗ്രഹം.
ദ്രവ്യാഗ്രഹം എന്താന്നാ പറഞ്ഞിരിക്കുന്നത്? വിഗ്രഹാരാധനയായ ദ്രവ്യാഗ്രഹം. ഇതാരാടാ പറയുന്നറിയോ? Paul talks to the saints in the church in Ephesus. എഫെസോസിലുള്ള ദൈവജനത്തോട് അപ്പോസ്തലനായ വിശുദ്ധ പൗൽ പറയുക, വിഗ്രഹാരാധനയായ ദ്രവ്യാഗ്രഹി. ഇവരാരുടെ കൂട്ടത്തിലാ ആന്റി അവരെ എഴുതിയിരിക്കുന്നത്? ഇവരാരുടെ കൂട്ടത്തിൽ? ആദ്യം ഒന്നും വായിച്ചേ. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ, ക്രിസ്തുവിൻ നിങ്ങളെ സ്നേഹിച്ച്. അഞ്ചാമത്തെ വാക്യം ആദ്യം ഒന്ന് വായിച്ചേ. ഈ വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി ആരുടെ കൂടെ അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്? ദുർനടപ്പുകാരൻ. രണ്ടാമത് അശുദ്ധൻ. ഇവരെ കൂട്ടിയിരിക്കുന്ന ഗ്രൂപ്പ് ദുർനടപ്പുകാരൻ, അശുദ്ധൻ. ഇവ നമുക്കുണ്ടാവുന്ന പ്രശ്നം, നമ്മൾ ദുർനടപ്പുകാരെ കണ്ടം ചെയ്യുവോ? ഒരാളെ ദുർനടപ്പ് കണ്ടു കഴിഞ്ഞാല് നമ്മൾ ഘോരം അതിനെ ഹൈലൈറ്റ് ചെയ്ത് അവനെ കണ്ടം ചെയ്ത് അവനെ പറ്റുമെങ്കിൽ നാട്ടിൽ നിന്ന് പറപ്പിക്കും. അറിയില്ലേ ദുർനടപ്പുകാരനെ? ഈ ദുർനടപ്പ് എന്ന് വെച്ചാൽ എന്തെന്ന് മനസ്സിലായോ? ഓൾ സെക്ഷൽ സിൻസ്, ലൈംഗിക എല്ലാ പാപങ്ങളും. നിങ്ങള് ഈ റോമാലേഖനം, ഞാനത് നമുക്കിങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിൽ പറയാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ ആ 25 മുതൽ താഴോട്ട് വായിച്ചു നോക്കിക്കോ. അവര് സ്വന്തം നിരൂപണങ്ങളിൽ when they depended on themselves, അവർ വിഗ്രഹങ്ങളിലേക്ക് പോയപ്പോൾ അവരുടെ ഇടയിൽ ഉണ്ടായത് എന്താണെന്ന് താഴോട്ട് വായിച്ചു നോക്കിക്കോ. വീട്ടിൽ പോയി വായിച്ചാൽ മതി. അവരുടെ ഇടയിൽ when they have rivalry between them and God, അവരുടെ ഇടയിൽ വിഗ്രഹങ്ങൾ വന്നപ്പോൾ അവരുടെ ഇടയിൽ വ്യാപരിച്ച ഉണ്ടായ പാപങ്ങൾ എന്തെന്ന് താഴോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോ വിഗ്രഹാരാധന, ദ്രവ്യാഗ്രഹം ഒരു വിഗ്രഹാരാധനയാണ്. നമുക്കുണ്ടോ? ഹല്ലേലൂയ. അതാണ് നമുക്ക് കാണാൻ പറ്റില്ല, മനുഷ്യന് കാണാൻ പറ്റില്ല. നമ്മുടെ ഉള്ളങ്ങളിലേക്ക് നോക്കണം. എന്റെ ജീവിതത്തിന്റെ പലതിനും എന്നെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സ്, ഞാൻ പറഞ്ഞില്ലേ, ദുർനടപ്പുകാരനെ നമ്മൾ കണ്ടം ചെയ്ത് ഉപേക്ഷിച്ചു പറയും. പക്ഷേ ഈ ദൈവഭക്തിയെ ആദായ സൂത്രമാക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? ദൈവഭക്തിയെ ആദായ സൂത്രമാക്കുന്നവരെ അവരെ കുറിച്ച് നമുക്കൊരു പ്രശ്നമില്ല. നമ്മുടെ പുൽപ്പിറ്റിലൊക്കെ കയറി വന്നിട്ട് നമ്മുടെ ഈ ലോകത്തിലേക്ക് നോക്കാനായിട്ട് നമ്മുടെ കണ്ണുകളെ ഫിക്സ് ചെയ്യുന്നത് എത്രയോ പ്രസംഗങ്ങളാ. നമുക്ക് അവരെ കുറിച്ച് ഒരു പ്രശ്നമില്ലല്ലോ. ഡു വി ഹാവ് എനി പ്രോബ്ലംസ്? നോ. നമ്മൾ പോകുമ്പോ എന്തെങ്കിലും കൈമുടക്ക് കൊടുത്തുവെച്ചു വിടും. അതിന് കാരണം എന്നാണെന്നറിയോ? മത്തായി 7:22 ഞാൻ വായിക്കാത്. മത്തായി 7 മാത്യു 7:22 അത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ കാരണം കാരണം ദ്രവ്യാഗ്രഹം ദൈവഭക്തിയെ ആദായ സൂത്രമാക്കുന്നവരുടെ കരങ്ങളാൽ എന്ത് നടക്കുന്നു? പ്രവചനം നടക്കുന്നു. ഭൂതങ്ങളെ പുറത്താക്കുന്നു. ഇവരാൽ പ്രവചനങ്ങൾ നടക്കുന്നു, വീര്യപ്രവൃത്തികൾ നടക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു. അതുകൊണ്ട് we just accept them. Hallelujah. എന്റെ പ്രിയരെ, വചനത്തെ സ്നേഹിക്കുന്നവർക്ക് നിത്യതയിലേക്ക് നോക്കി ആ പുത്തനെരുശലേമിലേക്ക് നോക്കി ആ ഓട്ടത്തിലായിരിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള വചനങ്ങൾ കേട്ടാൽ സഹിക്കില്ലവർക്ക്. They can just digest. ഇപ്പൊ നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ നിങ്ങൾക്ക് അത് കിട്ടും, അല്ലെങ്കിൽ ഇത് കിട്ടും, അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നു. എന്നെക്കുറിച്ച് ഞാൻ ഒമാനിലായിരുന്നപ്പോൾ എന്നെ കുറിച്ച് പ്രവചിച്ചത്, നിങ്ങൾ തണുപ്പുള്ള രാജ്യങ്ങളിൽ പോകും. ഇനിയിപ്പോ ഇവിടെ തണുപ്പ് ഇപ്പൊ കൂടിയോണ്ട് അങ്ങനെയുള്ള ഖത്തറിന്റെ ഭയങ്കര തണുപ്പാണല്ലോ ഇപ്പൊ. അങ്ങനെയൊക്കെ എന്നെ പ്രവചിച്ച്
നമ്മളില് ഈ സ്റ്റഫിനോട് ആർത്തി കൂട്ടുന്നത് അതൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല പ്രിയരെ. ഈ ലോകത്തിലേക്കുള്ള സാധനങ്ങൾ, ഈ ലോകത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന പ്രസംഗങ്ങളൊന്നും അതൊന്നും പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതല്ല. എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ നമുക്ക് ആ ഒരു വാക്കിയുടെ വായിക്കാം. കൊളോസ്യ ലേഖനം 3:5 അവിടെ ആ കൃത്യമായിട്ട് അത്യാഗ്രഹി എന്നുള്ള വാക്കുണ്ട്. ആ വാക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ വായിക്കാം. കൊളോസ്യ ലേഖനം, Colossians chapter 3 verse 5. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. ഇതാരോടാ പറയുന്നത്? കൊളോസിയയിലെ വിശുദ്ധന്മാരോട് പറയുക. ഇവിടെയും പറഞ്ഞിരിക്കുക എന്താ പറയാ, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം വിഗ്രഹാരാധനയ. എന്താ പറയുക, നമ്മൾ എവിടെ വന്നിരിക്കുന്നത്? നമുക്ക് ഈ ലോകത്തിലെ കാര്യങ്ങളെ കുറിച്ചുള്ള ക്രമങ്ങളും കാര്യങ്ങളൊക്കെ ശരിയാക്കാനാണെങ്കിൽ എന്നെക്കാളും നന്നായിട്ട് നല്ല ഗ്രാഹ്യമുള്ള ആൾക്കാർ എത്രയോ പുസ്തകങ്ങളുണ്ട്. വി ആർ കൺസേൺഡ് അബൌട്ട് റിറ്റേണൽ ലൈഫ്. നമ്മൾ ആ മോക്ഷ യാത്രയിലേക്കുള്ളവരാ. നമ്മൾ വേർതിരിക്കപ്പെട്ടവരാ. നമുക്കൊരു കോൾ ഉള്ളവരാ. വി ആർ ഗോയിങ് ടു ലീവ് ടുഗദർ ഇറ്റേണലി. സി, അപ്പൊ നമ്മൾ ആ പ്രത്യാശയിലാണ് നമ്മൾ വളർന്നു വരേണ്ടത്. ആ സ്നേഹത്തിലാണ് വളർന്നു വരേണ്ടത്. അതിന് സഹായിക്കുന്ന വിശ്വാസത്തിലാണ് നമ്മൾ വളർന്നു വരേണ്ടത്. പ്രശ്നം എന്താണെന്നറിയോ? ഇതെല്ലാം ചെയ്യുന്ന ആരുടെ നാമത്തിലാണെന്നറിയോ? കർത്താവിന്റെ നാമത്തില, അല്ലേ? കർത്താവിന്റെ നാമത്തില. ലൂക്കോസിന്റെ സുവിശേഷം 12:30 വായിച്ചാലോ? ലൂക്കോസ് 12:30. 12-ാം അധ്യായം. നിങ്ങളുടെ പിതാവോ ഇവ നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നു. ഇവയൊക്കെയും ലോകജാതികൾ അന്വേഷിക്കുന്നു. നമുക്ക് വേണ്ടത് എന്തെന്ന് നമ്മുടെ പിതാവ് അറിയുന്നു. നിങ്ങളുടെ പിതാവോ ഇവയൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ കർത്താവ് 2000 വർഷം കഴിഞ്ഞപ്പോ ഇതിന് മനസ്സങ്ങ് മാറ്റി. അല്ലെങ്കിൽ തൃത്വത്തിൽ സെക്കൻഡ് പേഴ്സൺ ആവുന്ന പുത്രനും തൃത്വത്തിൽ തേർഡ് പേഴ്സൺ ആവുന്ന പരിശുദ്ധാത്മാവും തമ്മിൽ ഒരു ആശയക്കുഴപ്പം ഇപ്പൊ. അല്ലെ പിന്നെ എങ്ങനെ? പരിശുദ്ധാത്മാവ് പറഞ്ഞു എന്ന് പറഞ്ഞല്ലേ പറയുന്നത്? പരിശുദ്ധാത്മാവ് പറഞ്ഞു എന്ന് പറഞ്ഞല്ലേ പറയുന്നത്? അവിടെ ഒരു ക്ലാഷ് വന്നിട്ടുണ്ട്. പരസ്യം വരുമ്പോൾ അവൻ എന്നിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് തരും എന്നാ കർത്താവ് നമ്മോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ഞാൻ ഇതൊക്കെ പറയുന്നത് കർത്താവ് പ്രിയ, നമ്മൾ ആരും വഞ്ചിക്കപ്പെട്ടു പോകരുതേ. നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. ഈ ലോകത്തിലേക്കുള്ള മോഹം നമ്മുടെ ഉള്ളങ്ങളിൽ വളർത്തുന്നതൊന്നും പിതാവിൽ നിന്നുള്ളതല്ല പ്രിയരെ. പ്ലീസ് ബിലീവ് മീ. ഈ ലോകത്തിലേക്ക് നമ്മുടെ മോഹങ്ങളെ ഫോക്കസ് ചെയ്യിക്കുന്നതൊന്നും പിതാവിൽ നിന്നുള്ളതല്ല. ഇറ്റ്സ് നോട്ട് ദ ഡിക്റ്റേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. തിമോത്തിയോസിന്റെ ലേഖനം 1 Timothy 6:10 വായിച്ചാലോ? 1 Timothy 6:10. സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി. ഇതല്ലേ ശരിക്കും പ്രശ്നം? ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. എന്താ പറഞ്ഞിരിക്കുന്നത്? ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലം. For the love of money is the root of all evil. ദ്രവ്യാഗ്രഹമോ എല്ലാത്തിന്റെയും മൂല കാരണം. ചിലർ ഇത് കാണിച്ചിട്ട് എന്ത് പറ്റി? വിശ്വാസം വിട്ടുവെന്ന്
അധീനരായി വിശ്വാസം നമ്മുടെ ഉള്ളങ്ങളിൽ നിന്ന് പോകുമ്പോ എന്തു പോകും? സമാധാനവും. എന്റെ പ്രിയരെ, നമ്മൾ നിൽക്കുന്നത് വിശ്വാസത്താലല്ലേ? കാഴ്ചയാണോ? വിശ്വാസത്താലല്ലേ നമ്മൾ നിൽക്കുന്നത്? വി ലിവ് ബൈ ഫെയ്ത്ത് അല്ലേ? നമ്മൾ വിശ്വാസത്താലല്ലേ നിൽക്കുന്നത്? നമ്മുടെ ഇടയിൽ ദ്രവ്യാഗ്രഹം നമുക്കും കർത്താവും തമ്മിലുള്ള റിലേഷൻ ഇടയ്ക്ക് കടന്നോട്ട് വന്നാൽ, ഈ ലോക ചിന്തകൾ കടന്നു വന്നാൽ, നമ്മുടെ ഫോക്കസ് മാറും, നമ്മുടെ വിശ്വാസം, നമ്മുടെ ആ ചിന്തകൾ മാറും. പിന്നെ നമ്മൾ കടന്നു പോകുന്നത് ആവശ്യമില്ലാതെ നമ്മൾ വരുത്തി വെക്കുന്ന ദുഃഖങ്ങളിലോട്ടാണ്. ഹല്ലേലൂയ. ഇവരെന്ത് ചെയ്തു? വിശ്വാസം വിട്ടുഴന്നു. ശരിക്കും നമ്മളെ ദൈവം അറിഞ്ഞു, നമ്മെയും ദൈവം അറിഞ്ഞു എന്ന് വെച്ചാൽ നമുക്കൊരു പ്രകാശനം കിട്ടി, രക്ഷയെക്കുറിച്ചുള്ള ഒരു പ്രകാശനം കിട്ടി. ഞാൻ ചിന്തിക്കുകയായിരുന്നേ, ഇതേപോലെ പ്രകാശനം കിട്ടിയവരാര്? ഇസ്രായേൽ മക്കളും. ഇതേപോലെ നമുക്ക് ലഭിച്ചതുപോലത്തെ ഒരു കോള് കിട്ടിയവരല്ലേ? ദൈവം കരുതിയവരല്ലേ? ദൈവം നടത്തിയവരല്ലേ? ദൈവം പരിപാലിച്ചവരല്ലേ? മാറായുടെ മുമ്പിൽ ദൈവം ഉറവയെ തുറന്നവനല്ലേ? ആ ദൈവത്തെ ഇസ്രായേൽ എന്ത് ചെയ്തു? പുല്ല് തിന്നുന്ന കാള സദൃശ്യമാക്കി. പുല്ല് തിന്നുന്ന കാളയോട് സദൃശ്യമാക്കി. നമ്മൾ ചിന്തിച്ചോണം, നമ്മുടെ ജീവിതത്തില് നമ്മളും ഈ ലോകത്തിൽ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോകേണ്ടതിനായിട്ട് ഈ സർവശക്തനായ ദൈവത്തെ, അന്ന് ഇസ്രായേൽ പുല്ല് തിന്നുന്ന കാളയോടാണ് കാരിക്കേച്ചർ ദൈവത്തെ ചെയ്തെങ്കിൽ, ഇന്ന് നാം കാരിക്കേച്ചർ ചെയ്തത് എന്തിനോടാ? ചിന്തിച്ചോളൂ. എന്റെ ജീവിതത്തിലെ ചില ആവശ്യങ്ങളൊക്കെ സാധിച്ചു പോകാനായിട്ട് വേണ്ടി മാത്രമുള്ള ഒരു ദൈവം. ഹല്ലേലൂയ. അതായത് എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെയാണോ? എനിക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടോ ദൈവത്തോട്? ഈ വിഗ്രഹാരാധന, ഈ ലോക സ്നേഹം, ഇന്ന് പലർക്കും സംഭവിക്കുന്നത് എന്താണെന്നറിയാം പ്രിയരെ? മുള്ളിനിടയിൽ വീണ വിത്ത് പോലെയാ. കേൾക്കുമ്പോ കേറുന്നുണ്ട്, ഈ റൂം വിട്ടിറങ്ങി പുറത്തോട്ട് അങ്ങ് ഇറങ്ങി കഴിയുമ്പത്തിന് ഈ വിത്ത് വളർന്നു, പക്ഷെ മുള്ള് ഇതിനങ്ങോട്ട് ഇരിക്കില്ല. ഈ ലോക ചിന്ത, ഈ ലോകമോഹം, ധനത്തോടുള്ള ആഗ്രഹം, ഇതങ്ങ് ആ വചനത്തെ അങ്ങോട്ട്, വചനം ഫലം പുറപ്പെടുവിക്കാത്ത രീതിയിൽ ഞെരുക്കിക്കളയും. വചനത്തിന്റെ ഫലം എന്താ? വചനം നമുക്ക് സന്തോഷം നൽകും, സമാധാനം നൽകും, ആശ്വാസം നൽകും, നമ്മളെ കംഫർട്ട് ചെയ്യും, നമ്മളെ ശുദ്ധീകരിക്കും, നമ്മളെ നടത്തും, നമ്മളെ രക്ഷയിലേക്ക് നയിക്കും. ഈ ഫലം ഒന്നും കാണത്തില്ല. പലർക്കും അതാ പറ്റുന്നത്. We are called to discipleship, not to just listeners. Hallelujah. നമ്മളൊരു ശിഷ്യത്വത്തിലേക്കുള്ള വിളിയാണ്. ഹല്ലേലൂയ. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നമുക്ക് ഈ വിഗ്രഹാരാധന നമ്മുടെ ജീവിതത്തില് നമ്മളും കർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നമ്മൾ ഫിക്സ് ചെയ്യാതെ നമ്മുടെ ഉള്ളങ്ങളിൽ മറ്റു പല കാര്യങ്ങളാൽ നമ്മൾ നടക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് എബ്രായ ലേഖനം 6-ാം അധ്യായം അതിന് 4-ാം വാക്യം ഒന്ന് വായിച്ചാലോ. Hebrews chapter 6 verse 4. Hebrews chapter 6. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം നിങ്ങൾ ആസ്വദിക്കുകയും ചെയ്തിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്തിട്ട് ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ. നമുക്കും ദൈവത്തിനും ഇടയ്ക്ക് ഒരു വിഗ്രഹം വന്നു പോയാൽ, നമുക്കും ദൈവത്തിനും ഇടയ്ക്ക് ദ്രവ്യാഗ്രഹം അല്ലെങ്കിൽ ഈ ലോകത്തിനോടുള്ള സ്നേഹം, നിങ്ങൾക്കറിയാം എന്നെ ദൈവവുമായിട്ട് എന്റെ റിലേഷൻഷിപ്പിനെ ബ്രേക്ക് ചെയ്യുന്ന ഘടകം എന്തെന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് എന്നിലുള്ളതാണ്, എനിക്ക് നിങ്ങളുള്ളത് കാണാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്കറിയാം
യു നോ ഇറ്റ്. അത് നിങ്ങൾ റെക്ടിഫൈ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് പറ്റൂന്നാ പറഞ്ഞത്? പിന്മാറ്റത്തിലേക്ക് പോകും. എബ്രായ സഭയെ കുറിച്ച് പറയുക. എബ്രായ സഭയെ കുറിച്ച് പറയാൻ എബ്രായ ലേഖനത്തിൽ പറയാം. എബ്രായ സഭ പീഡനം വന്ന്, ബുദ്ധിമുട്ട് വന്ന്, എബ്രായ യഹൂദന്മാരിൽ രക്ഷിക്കപ്പെട്ടു വന്ന സഭയാണ്. കാരണം നാമധേയ അല്ലെങ്കിൽ യഹൂദ ആ ജാതികളുടെ അത് ആരാധന, അവരുടെ ആ രീതി നോക്കുമ്പോൾ അവർ വളരെ സുഖത്തിൽ ജീവിക്കുന്ന ഒരു പ്രശ്നമില്ല അവരുടെ ജീവിതത്തിൽ. ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടത, ബുദ്ധിമുട്ട്, ആര് നോക്കിയാലും കുറ്റം മാത്രമേ പറയുന്നുള്ളൂ. നീ ഇങ്ങനെ പോയിട്ടല്ലേ നിന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ, ഇതൊക്കെ പറയാനുള്ളൂ. അവരെ നോക്കി അപ്പോസ്തലൻ പറയുക, നിങ്ങളിങ്ങനെ പിന്മാറ്റത്തിലേക്ക് പോയാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ പ്രകാശനം നിങ്ങൾ വിട്ടുപോകുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ നിങ്ങൾക്കുള്ള മഹാപുരോഹിതൻ താൻ ദൈവസന്നിധിയിലേക്ക് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറി പോകുമ്പോ തന്റെ പാപത്തെ കഴുകാൻ ആ യാഗം കഴിച്ച് വേഗം അതിവിശുദ്ധ സ്ഥലത്തേക്ക് മറ്റുള്ളവരുടെ പാപത്തിന് യാഗമായിട്ട് പോകുന്നു. പക്ഷെ നമുക്കുള്ള മഹാപുരോഹിതനോ, ശ്രേഷ്ഠ മഹാപുരോഹിതൻ ആകാശങ്ങളിലൂടെ കടന്നുപോയവൻ, ദൈവത്തിന്റെ വലതുഭാഗത്ത് നമ്മളെ അറിയുന്നവൻ, നമ്മുടെ വിഷമങ്ങളെ അറിയുന്നവൻ, നമ്മുടെ കണ്ണുനീരിനെ അറിയുന്നവൻ, ദൈവത്തിന്റെ വലതുഭാഗത്ത് നമുക്കായി ഇന്ന് മധ്യസ്ഥം ചെയ്യുക. നിങ്ങൾ ആ ശ്രേഷ്ഠ മഹാപുരോഹിതനെ വിട്ടുപോകരുത് പറയുന്നത്. ഡോണ്ട് ഗോ. ഹല്ലേലൂയ. നിങ്ങൾ അപ്പോസ്റ്റസിലേക്ക് പോകരുത്. അതുകൊണ്ടാണ് ഈ വാക്ക് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതിന്റെ തുടക്കം എവിടാന്നറിയാവോ? ദൈവവചനത്തോടുള്ള അലർജിയില. ദൈവവചനം നമ്മളെ അങ്ങോട്ട് ത്രസിപ്പിക്കുന്നില്ല. ഇപ്പൊ പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. പണ്ട് ദൈവവചനം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും, സമയം പോകണം അറിയില്ല. ഇപ്പൊ ദൈവവചനം എന്ന് പറഞ്ഞാൽ നോക്ക്, സമയമായ ചാപ്റ്റർ 1 തീർന്നോ. എബ്രായ ലേഖനം 2 വായിച്ച്. ഹീബ്രൂസ് ചാപ്റ്റർ 2 വേഴ്സ് 1. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടെ കരുതിയില്ലെങ്കിൽ എന്റെ പ്രിയരെ നാം ഒഴുകിപ്പോകും. We will drift away. ദൈവം തന്നില്ല പ്രകാശം, ദൈവം തന്നില്ല രക്ഷയ്ക്കായിട്ടുള്ള ഒരു അറിവ്, ദൈവം വേർപെടുത്തിയില്ലേ, ദൈവം വിളിച്ചില്ലേ, ജലത്തോട് ചേർത്തില്ലേ, ആത്മാവിനെ തന്നില്ലേ, പുത്രത്തിലേക്ക് കൊണ്ടുവന്നില്ലേ. ഇത് മുറുകെ പിടിച്ചില്ലേ, ഈ ഒഴുകുന്ന വെള്ളത്തിന്റെ ഒഴുകി പോകുന്ന എന്തൊക്കെയാണെന്നറിയോ? ജീവനില്ലാത്തത് അല്ലെ? മരത്തടി ഉണങ്ങി വരികയൊക്കെ ജീവനില്ലാത്ത അവസ്ഥയിലാ. അതുകൊണ്ടാ ഒഴുകാൻ തുടങ്ങുന്നത്. നമ്മൾ കേട്ടത്, നമ്മളോട് ദൈവം കാണിച്ച കരുണയോട് കൃപയോ നമ്മൾ മുറുകെ പിടിച്ച് ശ്രദ്ധയോടെ ജീവിതത്തിൽ വിശുദ്ധിയിലും വേർപാടിലും മാറ്റത്തിലും വ്യത്യസ്തരായിട്ട് നാം നടന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്നാന്നറിയോ? കേട്ടത് മുറുകെ പിടിച്ചില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എബ്രായ ലേഖനം 5:11-12. 5:11-12 വരുമ്പോ, ഞങ്ങൾക്ക് ഒരുപാട് കാര്യം നിങ്ങളോട് പറയാനുണ്ട്. എന്നാൽ see, this is what happened next time. Next step. ആദ്യം വചനത്തോട് വിരക്തി, അലർജി, എന്തെങ്കിലും കാരണം കണ്ടുപിടിച്ച് പ്രാർത്ഥന ഒഴിവാക്കാൻ, വചനവായന ഒഴിവാക്കാൻ, വചനധ്യാനം ഒഴിവാക്കാൻ എന്തെങ്കിലും കാരണം. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ വരും. എന്താണെന്നറിയോ? കേൾക്കാൻ മാന്ദ്യമുള്ളവർ. ഇന്നേ വചനം മനസ്സിലാവുന്നില്ല. പണ്ട് വചനത്തിൽ നമ്മൾ സന്തോഷിച്ചെന്ന് വചനത്തിന്റെ ആഴങ്ങളെ പറയും. കർത്താവ് എന്നോട് സംസാരിച്ചു, കർത്താവ് എന്നോട് ഇടപെട്ടു, ഈ വചനത്തിന്റെ ആഴങ്ങൾ കർത്താവ് എനിക്ക് പറഞ്ഞു തന്നു പറഞ്ഞിരുന്ന അവർക്ക് ഇന്ന് കേൾക്കാൻ മനസ്സില്ല, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവുന്നില്ല വചനം. കേൾക്കാൻ മാന്യമുള്ളവരായിപ്പോയി. ഹല്ലേലൂയ. എന്തുകൊണ്ടാ ദൈവത്തിന്റെ വചനം നമുക്ക് മനസ്സിലാവാത്തെന്ന് അറിയോ എന്റെ പ്രിയരെ? പരിശുദ്ധാത്മാവിന് വിധേയപ്പെടാത്തതുകൊണ്ടാ. നമ്മൾ നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിന് ഏൽപ്പിച്ചു കൊടുക്കണം.
ഹല്ലേലൂയ. കർത്താവിന്റെ കൂടെ ശിഷ്യന്മാര് നടന്നപ്പോ ഒത്തിരി കാര്യങ്ങൾ കർത്താവ് പഠിപ്പിച്ചു. പരീക്ഷന്മാരുടെ പുളിച്ച മാവിനെ കുറിച്ച് ഓർത്തോളം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ശിഷ്യന്മാരെ ഓർത്ത് ഞങ്ങൾ അപ്പോൾ എടുത്തിട്ടുണ്ടാക്കാനുള്ള മാവ് എടുത്തുകൊണ്ട് പോരാത്തതിന്റെ പേരിലാണ് ശിഷ്യന്മാരെ ഓർത്തത്. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം എല്ലാം വെളിവായി തെളിയിക്കുന്നു. അപ്പോ നമ്മള് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മളെ വിധേയപ്പെടുത്താത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തില് ഹല്ലേലൂയ. അടുത്ത സ്റ്റെപ്പ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കവേ 10:26 എബ്രായ ലേഖനം 10:26-27 നമ്മൾ കേൾക്കാൻ മാന്യം 26-27 എന്ന് വായിച്ചേ. 10-ാം അധ്യായത്തിന്റെ ആ ആ സി പ്രിയരെ, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ചതിന് ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ we need to be very careful. ആദ്യം വചനം വേണ്ട. അതിന്റെ 29-ാം വാക്യത്തിലേക്ക് വരുമ്പോ എന്ത് പറ്റുന്നു? ദൈവപുത്രനെ ചവിട്ടിക്കളയുന്നു. ഹല്ലേലൂയ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യും. ഈ മനസാക്ഷി മരവിച്ചു പോവും. ആദ്യം തുടങ്ങുന്നത് വചനത്തോടുള്ള അലർജിയില. മനസാക്ഷി മരവിച്ചു പോയി. വചനം വെളിപ്പെടുത്തുന്ന പുത്രനെ ചവിട്ടിക്കളഞ്ഞു, കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്താൽ അവസാന ഭാഗം എന്താ പറയുന്നത്? എത്ര കഠിനമായ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിക്കുവീൻ. ആരോട് പറയുന്നത്? എബ്രായ സഭയോട് പറയുക. ജാതികളോടല്ല പറയുന്നത്, ദുഷ്ടന്മാരോടല്ല പറയുന്നത്, എബ്രായ സഭയോട് പറയുക. അപ്പോസ്തലൻസ് പോൾ എന്നിട്ട് 31-ാം വാക്യത്തിൽ പറയുക, ജീവനുള്ള ദൈവത്തിന്റെ കരങ്ങളിൽ വീഴുന്നത് ഭയങ്കരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. God gave them over. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. എന്റെ പ്രിയരെ, നമുക്ക് തന്ന ഈ വെളിപ്പാടിനോട്, നമുക്ക് തന്ന ഈ രക്ഷയോട് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നാം റെസ്പോണ്ട് ചെയ്യാതിരുന്നാൽ, നാം പാപത്തിൽ രസിച്ച് സുഖിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നാൽ, എന്റെ പ്രിയരെ, കൈവിടപ്പെട്ടു പോകും. ഹല്ലേലൂയ, കൈവിടപ്പെട്ടു പോകും പ്രിയരെ. പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞു. കർത്താവിനെ തള്ളി പറഞ്ഞിട്ട് അവൻ മനം നൊന്ത് കരഞ്ഞെന്നാ പറയുന്നത്. ആ കർത്താവിനോട് എന്ത് സ്നേഹമായിട്ടല്ലേ അങ്ങനെ പറഞ്ഞല്ലേ? അവൻ മനം നൊന്ത് കരഞ്ഞു. Do I have that kind of relationship with this Christ? Do I have? മറിയ പിറ്റേന്ന് രാവിലെ കല്ലറയ്ക്കൽ വന്നിട്ട് തന്റെ ഗുരുവിനെ കാണാതെ മനം നൊന്ത് കരഞ്ഞു. Do I have that kind of relationship? നമ്മക്കൊണ്ടോ അങ്ങനെ ആ കർത്താവുമായിട്ട് ആ നിലയിലൊരു റിലേഷൻഷിപ്പ്? എന്റെ കർത്താവേ, എനിക്ക് അവിടുന്ന് മാത്രം മതി, നീ മാത്രം മതി, ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. കർത്താവ്, ഇത് എന്റെ ജീവിതം സുഖമായി നടത്താനോ, എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനോ, എന്റെ ജീവിതത്തിന്റെ നല്ല ജീവിതത്തിനോ ഇതൊന്നിനും വേണ്ടിയല്ല കർത്താവേ. എന്റെ ജീവിതത്തിൽ എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് അവിടുന്ന് മാത്രം മതി എന്ന് ഉള്ളങ്ങളിൽ നിന്ന് പറയാ പ്രിയരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധനെ സ്തോത്രം. എനിക്ക് അവിടുന്ന് മതി. ആ പത്രോസിന്റെ ആ ഹൃദയം കൊണ്ടാവും പൊട്ടി പൊട്ടി കരഞ്ഞെന്നാ പറയുന്നത്. ഹല്ലേലൂയ, പാപം ചെയ്ത് എനിക്ക് ഒരു മനസാക്ഷി കുത്തുമില്ലാതെ എന്റെ ഭവനങ്ങളിൽ, എന്റെ മുറികളിൽ ഇരിക്കുന്നെങ്കിൽ കർത്താവേ, do I have that kind of relationship with you? ഹല്ലേലൂയ.
ഒരു പാട്ട് പാടാം നമുക്ക്. നീ മാത്രം. നീ മാത്രം മതി. നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. വായിലേ ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ, സൗഖ്യദായകൻ, തൻ അടിപ്പിണരാൽ സൗഖ്യം. യഹോവ ശമ്മ, കൂടെയിരിക്കും ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി. ബിജോ ബ്രദർ പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ കൂടി വരവ്